ഞാൻ കൈപ്പകശ്ശേരി മന ഗോവിന്ദൻ നമ്പൂതിരി. ഇന്ന് ധർമ്മദൈവത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ആൾക്കാർ ഇവിടുന്ന് വളരെ ദൂരെയുള്ള പല ക്ഷേത്രങ്ങളിലും പോയി ഒരുപാട് വഴിപാടുകൾ കഴിക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ സ്വന്തം ധർമ്മദൈവം അതിന് വേണ്ട പ്രസക്തി കൊടുക്കുന്നുണ്ടോ എന്ന് ചില സംശയം. ആദ്യം തന്നെ പറയാം, ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പൂ തറവാടുകൾ. ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കുടുംബം, ഒരു പരമ്പര നന്നാകുകയുള്ളൂ. അപ്പം ശരിക്ക് ഈ ധർമ്മദൈവത്തിൻ്റെ പ്രാധാന്യം അങ്ങനെ നോക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് നമ്മുടെ സ്വന്തം അമ്മ എപ്രകാരമാണോ, നമുക്ക് അമ്മയുടെ അടുത്ത് വഴക്കുകൂടാം, സ്നേഹിക്കാം, ചെറിയ ചെറിയ പിണക്കങ്ങളാവാം, വാശി പിടിക്കാം. പക്ഷെ ഇതെല്ലാം സഹിക്കുന്ന ലോകത്തൊരാളേ ഉള്ളൂ, സ്വന്തം മാതാവ്. ഇതുപോലെയൊക്കെ നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമുക്ക് ചെല്ലാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ധർമ്മദൈവം. അതുപോലെ തന്നെയല്ല, നമ്മൾ ശരിക്ക് അവരെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വന്തം മകനോട് കാണിക്കുന്ന അല്ലെങ്കിൽ മകളോട് കാണിക്കുന്ന ആ വാത്സല്യം നമുക്കുണ്ടാവും. കാരണം അത് നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ പാരമ്പര്യമായി കിട്ടുന്നതാണ്. പല സമുദായങ്ങളിലെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഒന്നല്ലേ അച്ഛൻ വഴിക്ക് ഇല്ല അമ്മ വഴിക്ക് ആണ് ദേവതകളെ നിശ്ചയിക്കണം. ദേവത ഏതാണോ ആ ദേവത ഒരിക്കലും ഈ സമയത്ത് അല്ലെങ്കിൽ 10 തലമുറ കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അവിടെ തന്നെ നമ്മൾ പോയി വഴിപാട് കഴിക്കണം. അതാണ് ഈ ദേവതയുടെ ഒരു പ്രധാനം. നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ആയതിനാൽ തന്നെ അതിന് പ്രസക്തി കൂടുതലാണ്. പണ്ടൊക്കെ നമുക്കറിയാം, ശബരിമലയ്ക്ക് പോകുന്ന സമയങ്ങളിൽ ആദ്യം മാലയിടുന്നത് ധർമ്മദൈവ ക്ഷേത്രത്തിലാണ്. ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പോയി ഒരു തേങ്ങ ഉടയ്ക്കും. ദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ശബരിമല ശാസ്താവിൻ്റെ പോലും അനുഗ്രഹം കിട്ടൂ. അല്ലെങ്കിൽ ദേവതയെ തൊഴാത്തൊരാൾ മറ്റേത് ഇതര ക്ഷേത്രങ്ങളിൽ പോയാലും അവിടുത്തെ അനുഗ്രഹം ലഭിക്കണമെങ്കിലും ഈ ദേവതയുടെ അനുഗ്രഹം വേണം. ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ഏറ്റവും പ്രാധാന്യമായി എല്ലാ ദിവസവും പരദേവതയെ തൊഴുന്നയാൾ, എല്ലാ ദിവസവും പരദേവതയെ തൊഴുതു പ്രാർത്ഥിക്കുന്ന ആൾ, തൊട്ടടുത്താണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, ഇത്തിരി അകലെയാണെങ്കിൽ അതിൻ്റെ സമയക്രമം അനുസരിച്ച് ഒരു 1-2 മാസത്തിലിടയ്ക്കോ അല്ലെങ്കിൽ വർഷത്തിൽ 2-3 പ്രാവശ്യം അടച്ച് നമ്മൾ പരദേവതയെ തൊഴുതുകൊണ്ടിരുന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പകുതി പ്രശ്നങ്ങൾ അതോടുകൂടി അവസാനിക്കുകയാണ്. കാരണം എൻ്റെ മകനെ വിഷമം വരരുത് എന്നാഗ്രഹിക്കുന്ന, എൻ്റെ മകൾക്ക് വിഷമം വരരുത് ആഗ്രഹിക്കുന്ന സമ്പ്രദായത്തിലാണ് പരദേവത നമ്മളിൽ നിലകൊള്ളുന്നത്. ഈ പരദേവതയുടെ പ്രാധാന്യം ഇപ്പം ചിലതൊക്കെ കാണാം, ചെറിയ അമ്പല വല്ലപ്പോഴും മാസത്തിലൊന്നേ തിരുമേനി പൂജയുള്ളൂ എന്നൊക്കെ പറയും. അതിലൊന്നും കഥയില്ല. കാരണം അതിനുള്ള പ്രാധാന്യം വളരെ കേമാണ് എന്നുള്ളതാണ്. കാരണം അവിടുത്തെ സിസ്റ്റം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എത്ര വലുതാണ് ഇതൊന്നും ഇതിനകത്ത് ബാധകമാകുന്നില്ല. കാരണം അവിടുത്തെ ആ ശക്തിക്ക് അവരും നമ്മളുമായിട്ടുള്ള ഒരു ശരിക്കും പഴയ കാലത്ത് പറഞ്ഞ ബന്ധുക്കൾ തമ്മിൽ പുലബന്ധമുള്ള പോലെ ഒരു പൊക്കിൾക്കൊടി ബന്ധമാണ് പരദേവതയായിട്ട്. അപ്പോൾ ആ പരദേവതയെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നോ അതനുസരിച്ച് നമ്മുടെ സങ്കീർണതകൾ 100% അതിൽ നിന്ന് വ്യത്യാസപ്പെടുന്നു. അതാണ് പരദേവതയുടെ കാര്യം. ഈ ഒരുപാട് കാശ് കൊടുത്ത് ഒരുപാട് വലിയ വഴിപാടുകൾ വലിയ ക്ഷേത്രങ്ങളിൽ, പരസ്യമുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെയൊക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഫലം കിട്ടും എന്ന് പറയുന്ന ഒരു കാലത്ത്, അങ്ങനെ നമ്മൾ കലിയുഗത്തിൽ അങ്ങനെയാണല്ലോ. ആ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് പ്രസക്തി കൊടുക്കില്ല. അതിലെന്തെന്നൊരു സാധനം. പക്ഷേ ചില ചെറിയ കാര്യങ്ങളാണ് വലുതിലേക്ക് നമുക്ക് എത്തിച്ചേരപ്പെടുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാനം. അത് മനസ്സിലാക്കാൻ നമ്മൾ താമസിക്കും. നമ്മളെല്ലാം കഴിഞ്ഞേ താമസിക്കുള്ളൂ. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തുടക്കം നന്നായാൽ മാത്രമേ ഒടുക്കം വരെ എത്തുള്ളൂ. അതായത് ഈ കുടുംബത്തിൽ വിലയില്ലാത്തവന് നാട്ടിൽ വിലയുണ്ടോ എന്ന് പറയണ പോലെ തന്നെ അവനവൻ്റെ സ്വന്തം ധർമ്മദൈവത്തെ എപ്രകാരമാണോ ആചരിക്കണേ, എപ്രകാരമാണോ പൂജിക്കണേ, എപ്രകാരമാണോ പ്രാർത്ഥിക്കണേ, എപ്രകാരമാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അപ്രകാരമാണ് അവൻ്റെ ലൈഫും അവൻ്റെ ജീവിതവും അവൻ്റെ സംസ്കാരവും അവൻ്റെ പരമ്പരയും നിൽക്കൂ. അത് ആചാര്യന്മാർ പറഞ്ഞിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പ്രമാണം തന്നെ വളരെ കേമത്തായ ഒരു പ്രമാണം. ധർമ്മദൈവം പ്രസാദിക്കാതെ ഒരു കുടുംബം നന്നാവുന്നില്ല, നന്നാകാൻ പോകുന്നില്ല എന്ന് പറയും. ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരമ്പരയുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയണേ ഒരു ലൈഫിൻ്റെ വളർച്ച നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ധർമ്മദൈവത്തിൻ്റെ, നമ്മുടെ പരദേവതയായി നിൽക്കുന്ന
100% അനുഗ്രഹം വേണം. ഒരു കുടുംബത്തിൽ പാരമ്പര്യമായി ഒരു ദേവിയോ ഒരു ദേവനെയോ വെച്ച് ആരാധിക്കുന്നുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൻ്റെ സ്വകാര്യമായി നിൽക്കുന്ന ക്ഷേത്രമായിട്ടും അതിനെ സ്വന്തം പരദേവതയായിട്ടും അല്ലെങ്കിൽ ധർമ്മദൈവമായിട്ട് കണക്കാക്കും. ഒരാൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് അവൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ നടന്ന് കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നൊരവസ്ഥയുണ്ട്. ആ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ പോലും തൊട്ടടുത്താണ് നമ്മുടെ ധർമ്മദൈവം പരദേവത എങ്കിൽ പോയി ദർശനം നടത്തുക. ഇത് ഇത്തിരി കൂടുതലാണ്, ഇത്തിരി ദൂരത്താണ് എങ്കിൽ നമ്മൾ സംശയിക്കേണ്ട. ആദ്യം ആ പരദേവതയെ പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് ബാക്കി ആർക്കും സ്ഥാനമുള്ളൂ. ആ പരദേവതയെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു നോക്കൂ. നാളെ നിങ്ങൾക്കതിൻ്റെ 1 മാസം കൊണ്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. എല്ലാ ദിവസവും ഭഗവതി അല്ലെ ഭഗവാനെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് അല്ലെ സ്വന്തം പിതാവായിട്ട് നമ്മുടെ കാണപ്പെട്ട ദൈവമായിട്ട് നമ്മൾ വളരെ വ്യക്തമായി ശ്രദ്ധയോടുകൂടി നമ്മുടെ എല്ലാത്തിനും അവരാണ് എന്ന ആ സങ്കല്പത്തോടു കൂടി അവർക്ക് പ്രാമുഖ്യം കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമായിരിക്കും. വളരെ ഗംഭീരമായ മാറ്റം നിങ്ങൾക്ക് കാണപ്പെടും. നമ്മുടെ കുടുംബത്തിൽ വിവാഹം നടക്കുമ്പോൾ, ഒരു കയറി താമസം നടക്കുമ്പോൾ, ഒരു പിറന്നാൾ നടക്കുമ്പോൾ അതിൻ്റെ ഒരു വീതം ആ ഭഗവതിക്ക് അല്ലെങ്കിൽ ആ ഭഗവാന് ആ ധർമ്മദ്വേഷത്തെ എത്തിക്കുക കൂടി ചെയ്താൽ നമ്മുടെ പരമ്പര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. വളരെ വളരെ വളർന്നുകൊണ്ടിരിക്കും. കാരണം ആധ്യാത്മികം എന്ന് പറയുന്നത് ഇന്നത്തെ സമയത്ത് ആധ്യാത്മികം പലതും ഗോഷ്ഠിയാവണമെങ്കിൽ പോലും അതിൻ്റെ റിയാലിറ്റികൾ നമ്മുടെ കാരണവന്മാരെ നോക്കും. മുൻ തലമുറ കാരണവന്മാർ ഇങ്ങനെ കോടികൾ മുടക്കിയുള്ള വഴിപാടുകളോ പൂജകളോ തകിടുകളോ ഹോമങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് വേണ്ടതായി നിൽക്കുന്ന ആ സാധാരണഗതിയുള്ള പ്രാർത്ഥനാ നാമജപാദികൾ നടത്തും. അവരുടെ പരദേവതയും കാണും. അതുകൊണ്ട് അവരുണ്ടാക്കിയ സുഹൃതത്തെ, അവരുണ്ടാക്കിയ സ്വത്തിനെ ഇന്ന് നമുക്ക് ആ ഒപ്പം എത്താൻ പറ്റുന്നില്ല. അതെന്താ? ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റേതായ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരദേവത എന്ന് പറഞ്ഞ് വളരെ വളരെ പ്രാധാന്യമാണ്. അദ്ദേഹത്തെ വളരെ ഏതമ്പലമായാലും അത് കൃത്യമായി വ്യക്തമായി പരിപാലിച്ചാൽ ഒരു വ്യക്തിക്ക് ലോകത്തുള്ള സർവ്വ ഈശ്വരന്മാരും അനുഗ്രഹിക്കും. ഇപ്പം അമ്മയെ നോക്കുന്നവനെ ലോകത്ത് എല്ലാം കിട്ടുന്നു ആ പറയുന്ന സങ്കല്പം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് പരദേവത എന്ന് പറയുന്നത് അറിയില്ല എങ്കിൽ കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ചവർ അതിനെ പരിപാലിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക, പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക. ഇതിൽ പരം ഒരു സുഹൃതം ഒരു വ്യക്തിക്ക് ഒരിക്കലും ലഭിക്കാനില്ല. നമസ്കാരം.